ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു പഴയൊരു ഫ്ലോട്ടിംഗ് ടീക്കപ്പ് ക്രാഫ്റ്റ് ഞാൻ ചെയ്തതാണ്. അപ്പോൾ വീട്ടിലെന്തൊക്കെയോ പണി വന്നപ്പോഴത്തേക്ക് അതൊന്നെടുത്ത് മാറ്റിയൊക്കെ വെച്ചാൽ നമ്മുടെ പൊടിയൊക്കെ ആയിട്ട് നശിച്ചു. അപ്പോൾ ഇത് നമുക്കൊന്ന് പറിച്ചെടുത്ത് ഒരു ക്രിസ്മസ് ക്രാഫ്റ്റാണ് ഇന്ന് ചെയ്യുന്നത്. ഈ ഫ്ലവേഴ്സും ലീവ്സൊക്കെ വാഷ് ചെയ്തെടുത്ത് വേറെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഫസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഒന്നുകൂടി ഒന്ന് ഒട്ടിച്ചൊന്ന് അറേഞ്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ സ്റ്റെമ്മൊക്കെ ഗ്രീൻ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് കളർ ചെയ്തൊന്നും എടുക്കുന്നുണ്ട്. അതുപോലെ കപ്പിന് ഞാനാണെങ്കിൽ റെഡ് ആൻഡ് വൈറ്റ് കോംബോയിലുള്ള കളർ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ഗ്രീൻ ഗാർലൻഡാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ 2 വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഗാർലൻഡാണ്. അപ്പോൾ അത് ഇപ്പം നശിച്ചൊക്കെ പോകാറായി. ഇനിയിപ്പം അത് നന്നായിട്ട് ഏതെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് വർക്ക് ചെയ്ത് തീർക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അത് റീയൂസ് ചെയ്തുകൊണ്ട് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഗ്രീൻ ഗാർലൻഡ് ഇതുപോലെ സ്റ്റെമ്മയിലോട്ടൊക്കെ നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ഇതിന് പകരം ഏത് കളർ ഗാർലൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏതായാലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ചുറ്റെടുത്തതിന് ശേഷം ഗ്ലൂ ഗൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ള് ആ ഒരു സ്റ്റെമ്മും അതുപോലെ തന്നെ അത് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പ്ലേറ്റും നമ്മൾ ഫുള്ള് ഈ ഗ്രീൻ ഗാർലൻഡ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. താഴോട്ട് പ്ലേറ്റിലോട്ട് നന്നായിട്ടൊന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പ്ലേറ്റായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പഴയൊരു അലുമിനിയം പാത്രത്തിൻ്റെ ഒരു മൂടയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഗ്രീൻ ഗാർലൻഡ് ഫുള്ള് ഒന്ന് ചുറ്റിയെടുത്തു. ഇനി നമ്മൾ ചെറിയ ചെറിയ ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ ടീ കപ്പിന് മുകളിലായിട്ട് ഒരു ക്രിസ്മസ് പാപ്പേനെയാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയൊരു ക്രിസ്മസ് പാപ്പയാണിത്. എന്നിട്ട് ചെറിയ ചെറിയ ക്രിസ്മസ് ബോൾസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രംസും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പല കളർ ഡ്രംസും ബോൾസൊക്കെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കൂടുതലായിട്ട് എൻ്റെ ഗ്രീൻ കളറൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതൊക്കെ തന്നെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തെർമോക്കോൾ കൊണ്ട് ഉണ്ടാക്കിയിരുന്ന കുറച്ച് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിരുന്ന കുറച്ച് ചെറീസ് ഉണ്ടായിരുന്നു. അതും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഓർണമെൻറ്റ്സ് ആയിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓർണമെൻറ്റ്സ് എല്ലാം ഒട്ടിച്ചെടുത്തു. ഇനി ലാസ്റ്റായിട്ട് അതിൻ്റെ ഒരു ബോട്ടിൽ ക്യാപ്പ് ഫെയറി ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഓർണമെൻറ്റ്സിൻ്റെ എല്ലാം ഇടയ്ക്കൂടെ അതൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ലൈറ്റ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നൈറ്റിലും എല്ലാം കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ബാക്കിലായിട്ട് ബാറ്ററിയൊക്കെ വരുന്ന മെയിൻ പോർഷൻ ഞാൻ ഒരു നൂൽക്കമ്പി വെച്ചിട്ടൊന്ന് കെട്ടി നമ്മുടെ ഒരു ഫ്ലോട്ടിംഗ് ടീ കപ്പിൻ്റെ സ്റ്റെമ്മിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഓർണമെൻറ്റ്സിൻ്റെ എല്ലാം ഇടയ്ക്കൂടെ സ്ട്രിങ് ലൈറ്റ് ഉടക്കി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ വീട്ടിലൊന്ന് ചെയ്ത് നോക്കാം. നമുക്കൊരു അലുമിനിയം കമ്പി അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പാത്രത്തിലെ മൂടയോ അല്ലെങ്കിൽ പൊട്ടിയോ പ്ലേറ്റോ എന്തെങ്കിലും മതി. നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് ഈസിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ കപ്പായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ജാമിൻ്റെ ഒരു കണ്ടെയ്നറാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടുത്ത ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ ബൈ.